ഒരു എന്തോ ഒരു ലിസ്റ്റ് വന്നിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതേ പരിപാടി ഉണ്ട്. ഏതോ മലയാളികൾ കൊണ്ടുവന്നതാ. ബേസിക്കലി ഞങ്ങളുടെ നാട്ടിൽ എന്ത് ഷോ ചെയ്താലും ബാക്കിൽ നിന്ന് ഇങ്ങനെ കുറെ സാധനങ്ങൾ കൊണ്ടുതരും. ഇതെന്താണെന്ന് വായിക്കാൻ പേടിയുണ്ട്. ബട്ട് കുഴപ്പമില്ല ചേട്ടാ, നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യമാണ്. ബേസിക്കലി അവർ പറയുന്നത് അവാർഡ് ഫംഗ്ഷൻസ് കുറേ അവാർഡ്സ് ഒക്കെ കൊടുത്ത് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാൻ സമയമായി. സോ ഐ ടെൽ യു വാട്ട്, ദിസ് പർട്ടിക്കുലർ പേഴ്സൺ അവർക്ക് കുറച്ച് ചിരിക്കാനാണ് ആഗ്രഹം. സോ വീണ്ടും നമുക്ക് നമ്മുടെ ഒറ്റമൂല്യ വേദിയിലേക്ക് വിളിച്ചാലോ? അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇവർക്കും പിടിച്ച നമ്മുടെ മിമിക്രി. ആർക്കാ പിടിക്കാത്ത? ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഹിയർ ഹി ഈസ് ബാക്ക്, സുരാജ് വെഞ്ഞാറമൂട് again. ഡൽഹി ദൂരദർശൻ ഉച്ചയ്ക്ക് 2:30 സംപ്രേഷണം ചെയ്യുന്ന മൂകർക്കും ബധിരർക്കും വേണ്ടിയിട്ടുള്ള വാർത്ത ഒരുപക്ഷെ തിരുവനന്തപുരം ദൂരദർശൻ മലയാളത്തിൽ സംപ്രേഷണം ചെയ്താൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സമ്പ്രദായങ്ങളെല്ലാം വച്ചിട്ട് മലയാളത്തിൽ സംപ്രേഷണം ചെയ്താൽ എപ്രകാരമായിരിക്കും എൻ്റെ ഭാവനയിൽ? ബേസിക്കലി അവർ പറയുന്നത് അവാർഡ് ഫംഗ്ഷൻസ് കുറേ അവാർഡ്സ് ഒക്കെ കൊടുത്ത് ഒരു ചെറിയ ബ്രേക്ക് എടുക്കാൻ സമയമായി. സോ ഐ ടെൽ യു വാട്ട്, ദിസ് പർട്ടിക്കുലർ പേഴ്സൺ അവർക്ക് കുറച്ച് ചിരിക്കാനാണ് ആഗ്രഹം. സോ വീണ്ടും നമുക്ക് നമ്മുടെ ഒറ്റമൂല്യ വേദിയിലേക്ക് വിളിച്ചാലോ? അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, ഇവർക്കും പിടിച്ച നമ്മുടെ മിമിക്രി. ആർക്കാ പിടിക്കാത്ത? ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഹിയർ ഹി ഈസ് ബാക്ക്, സുരാജ് വെഞ്ഞാറമൂട് again. ഡൽഹി ദൂരദർശൻ ഉച്ചയ്ക്ക് 2:30 സംപ്രേഷണം ചെയ്യുന്ന മൂകർക്കും ബധിരർക്കും വേണ്ടിയിട്ടുള്ള വാർത്ത ഒരുപക്ഷെ തിരുവനന്തപുരം ദൂരദർശൻ മലയാളത്തിൽ സംപ്രേഷണം ചെയ്താൽ ഇപ്പോഴത്തെ രാഷ്ട്രീയ സമ്പ്രദായങ്ങളെല്ലാം വച്ചിട്ട് മലയാളത്തിൽ സംപ്രേഷണം ചെയ്താൽ എപ്രകാരമായിരിക്കും എൻ്റെ ഭാവനയിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. നമസ്കാരം. ദൂരദർശൻ കേന്ദ്രം തിരുവനന്തപുരം. ബധിരർക്കുള്ള വാർത്തകൾ വായിക്കുന്നത് കാലടി ഗോപി. ഇന്ത്യൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് ഇറ്റാലിയൻ നാവികരെ മടക്കി അയക്കണമെന്ന് ഇറ്റലിയോട് ആവശ്യപ്പെട്ടു. സുപ്രസിദ്ധ സിനിമാ താരം ഷക്കീലയെ ആരോ തട്ടിക്കൊണ്ടുപോയി. ഹനുമാൻ കുന്നിൽ ഇന്നലെ 3 വട്ടം അതിശക്തിയായി കാറ്റടിച്ചു. പെൺവാണിഭ കേസിൽ പല പ്രമുഖരുടെയും കറുത്ത കരങ്ങൾ ഉണ്ടെന്ന് സംശയിക്കുന്നു. ഇന്നലെ നടന്ന വള്ളംകളി മത്സരത്തിൽ കാവാലം ചുണ്ടൻ 1ാം സ്ഥാനം നേടി. മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി കേരളത്തിലെ മലമ്പ്രദേശങ്ങൾ സന്ദർശിച്ചു. ചീഫ് വിപ്പ് PC ജോർജ് കേരളീയർക്ക് വിഷു ആശംസകൾ നേർന്നു. കേരളത്തിലെ എല്ലാം എന്റെ ആശംസകൾ. ഇവിടെ സർക്കാർ എല്ലാം നന്നായിട്ട് എല്ലാവരുടെയും കൈ കാത്തു തുടങ്ങി ആഘോഷിച്ചു. ഇദ്ദേഹത്തിന്റെ ഈ പദപ്രയോഗങ്ങൾ ന്യൂ ജനറേഷൻ സിനിമയായി പുറത്തുവരും. ഇന്നലെ കണ്ണൂരിൽ വെച്ച് നടന്ന ബാസ്കറ്റ്ബോൾ മത്സരം മന്ത്രി PPK ബാവ ഉദ്ഘാടനം ചെയ്തു. പഞ്ചാബിൽ സിഖ് തീവ്രവാദികൾ അഴിഞ്ഞാട്ടം തുടരുന്നു. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.